നമസ്കാരം. ക്രിസ്മസിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണല്ലേ നമ്മുടെ പ്ലം കേക്ക്. അപ്പോൾ അത് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം തൊട്ട് തന്നെ നമ്മളതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങണം അല്ലേ. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഈ പ്ലം കേക്ക് തയ്യാറാക്കാം. എങ്കിലും ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന കേക്കിനാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ. പ്ലം കേക്കിനുള്ള ഫ്രൂട്ട് കട്ട് ചെയ്യുന്നതും സോക്ക് ചെയ്യുന്നതും മിക്സ് ചെയ്യുന്നതൊക്കെ പലയിടങ്ങളിലും വലിയൊരു സെലിബ്രേഷൻ തന്നെയാണ് കേട്ടോ. അപ്പം നമുക്കും നമ്മുടെ വീടുകളിൽ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇത് ചെയ്യുവാണെങ്കിൽ നല്ലൊരു സെലിബ്രേഷൻ മൂഡ് തന്നെ ആയിരിക്കുമേ. പ്ലം കേക്ക് തയ്യാറാക്കുന്നതിന് ഒരു മാസം മുമ്പെങ്കിലും കേക്കിൻ്റെ മിക്സ് എല്ലാം നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം. മിനിമം ആണ് ഒരു മാസം. ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കുന്ന മിക്സർ ഒരുപാട് കാലം കേടാവാതെ തന്നെ ഇരിക്കുവേ. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ജാറിനകത്ത് ഇട്ട് വെച്ചാൽ മതിയാകും. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കാഷ്യൂനട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഓരോ കാഷ്യൂനട്ടും അതിൻ്റെ വലുപ്പം അനുസരിച്ച് 1, 2 അല്ലെങ്കിൽ 3 പീസായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിവിടെ എടുക്കുന്ന കട്ടിംഗ് ബോർഡും അതുപോലെ നൈഫും എല്ലാം നല്ല ക്ലീനും ഡ്രൈയും ആയിരിക്കണേ. വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കേടാവും. ഇപ്പോൾ ഞാനിവിടെ കാഷ്യൂനട്ട് എല്ലാം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോപ്പൊന്നും ചെയ്യാതെ മുഴുവനായിട്ട് ഇടേണ്ട ഐറ്റംസ് ആണ് എടുക്കുന്നത്. ഞാനിവിടെ ബ്ലാക്ക് റൈസിനാണ് ആദ്യം എടുത്തേക്കുന്നത്. ഇതെല്ലാം 100 ഗ്രാം വെച്ചാണ് ഞാൻ എടുക്കുന്നത്. ഇനി നമ്മുടെ സാധാരണ മുന്തിരിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ക്രാൻബെറീസ് ആണ്. അപ്പോൾ ഇത് 113 ഗ്രാം ആണുള്ളത്. ഞാനിവിടെ 100 ഗ്രാം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കി 13 ഗ്രാം എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. എൻ്റെ കൂടെ ഇതെല്ലാം ചെയ്യാൻ എൻ്റെ പാത്തുക്കുട്ടനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെയാണ് ഇത്തവണത്തെ ക്രിസ്മസിനുള്ള ഫ്രൂട്ട്സ് എല്ലാം സോക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാനിവിടെ ക്രാൻബെറീസ് മുറിക്കണമെന്ന് എടുത്ത് നോക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം ചെറിയ ചെറിയ പീസായിരുന്നു, അതുകൊണ്ട് തന്നെ മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഡ്രൈഡ് ക്രാൻബെറീസ് ആണ്. ക്രാൻബെറീസ് ഒന്നും ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഏതൊക്കെയാണോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 100 ഗ്രാം ക്രാൻബെറീസും കൂടെ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ട്രേയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫിഗും ആപ്രിക്കോട്ടും ഒക്കെ ഡ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷെ ഞാൻ ചേർത്ത് കൊടുക്കാറില്ല. എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല. അപ്പോൾ നമുക്ക് ഏതാണോ ഇഷ്ടം അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ഏതാണോ ആ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാനിവിടെ എടുത്തതിന് ശേഷം ബാക്കി വന്ന ക്രാൻബെറീസ് സീൽ ചെയ്ത് വെക്കുന്നുണ്ട്. ഈ പാക്കറ്റിൽ സീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് കേടാവാതെ കുറച്ച് നാളും കൂടെ വെക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ചോപ്പ് ചെയ്യേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം എടുത്തൊന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാവേ. അപ്പം ഞാനിവിടെ ആദ്യമായിട്ട് എടുക്കുന്നത് നമ്മുടെ കാൻഡീഡ് ജിഞ്ചറാണ് കേട്ടോ. ഇത് ഞാൻ 100 ഗ്രാം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ എടുത്തേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം 100 ഗ്രാം തന്നെയാണ്. നമ്മൾ എടുക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം ഒരേ അളവിൽ തന്നെ വേണമെന്നൊന്നും ഇല്ല. അപ്പോൾ ഞാനിതെടുത്തപ്പോൾ എല്ലാം 100 ഗ്രാം എടുത്തേ ഉള്ളൂ. നമുക്കിഷ്ടമുള്ള ചിലപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നമുക്ക് കൂടുതൽ അളവിലെടുക്കാം. ഇഷ്ടമില്ലാത്തത് കുറച്ച് അളവിലെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമുക്കിനി സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രൈഡ് ജിഞ്ചറിൻ്റെ അളവ് ഇത്രയും തന്നെ മതിയാകും. പിന്നെ കൂടുതൽ ജിഞ്ചറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ കാൻഡീഡ് ഓറഞ്ചും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു. അപ്പോൾ അതെനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് പകരമായിട്ട് ഞാൻ ഓറഞ്ചിൻ്റെ മർമലേഡാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് കാൻഡീഡ് ജിഞ്ചർ ആയതുകൊണ്ട് തന്നെ ഇതിൽ പഞ്ചസാരയുണ്ട്. അപ്പം ഇത് ഒട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്യാനും നല്ല ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് കട്ടിയുണ്ടായിരുന്നു കട്ട് ചെയ്യാനായിട്ട്. അപ്പം ഞാനിവിടെ ജിഞ്ചറും ഏകദേശം എല്ലാം ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം വെച്ചേക്കുന്ന ആ ഫ്രൂട്ട് ട്രേയിലേക്ക് ഇതും മാറ്റാം. ഡ്രൈഡ് ജിഞ്ചറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ പ്രശ്നം വരത്തില്ല. ഇത് കാൻഡീഡ് ജിഞ്ചർ ആയതുകൊണ്ടാണ് നമ്മുടെ കയ്യിലും പിന്നെ നമ്മുടെ കട്ടിംഗ് ബോർഡിലും നൈഫിലും എല്ലാം ആ ഷുഗർ ഗ്രാന്യൂൾസ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത്. അപ്പോൾ ഡ്രൈഡ് ജിഞ്ചർ കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ കാൻഡി ജിഞ്ചർ ഉപയോഗിച്ചാലും മതിയാകും. ഇപ്പം ഞാനിവിടെ ഒരു ടിഷ്യൂ വെച്ചിട്ട് ഈ കട്ടിംഗ് ബോർഡും നൈഫും എല്ലാം ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇതിന് ശേഷം ഞാനിവിടെ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മുടെ ഈന്തപ്പഴമാണേ. അപ്പോൾ ഈന്തപ്പഴം എടുക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണേ. നല്ല സോഫ്റ്റായിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈന്തപ്പഴം ഇല്ലേ, അതെടുക്കാൻ പാടില്ല. ഇച്ചിരി ഹാർഡായിട്ടുള്ള ഈന്തപ്പഴം വേണം നമുക്കിതിനായിട്ട് ഉപയോഗിക്കാൻ. ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഫ്രൂട്ട് മിക്സിൽ ഇട്ട് കഴിയുമ്പോൾ അത് വല്ലാതെ അങ്ങ് അലിഞ്ഞു പോവും. അപ്പോൾ കടിക്കാനൊന്നും കിട്ടത്തില്ല. പിന്നെ അത് ചേർക്കുന്നതിൻ്റെ യൂസും കാണത്തില്ല. കേക്ക് തയ്യാറാക്കുമ്പോഴും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മുടെ ഡേറ്റ്സ് ഇവിടെ കട്ട് ചെയ്തെടുക്കുവാണ്. ഒന്ന് നടുവേ പിളർന്നതിന് ശേഷം ചെറിയ ചെറിയ പീസായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചേർത്ത മറ്റുള്ള ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അതേ സൈസിലേക്ക് ഏകദേശം വരുന്ന രീതിയിൽ ചോപ്പ് ചെയ്തെടുക്കണം.
ഈന്തപ്പഴം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ചിലരൊക്കെ ഈന്തപ്പഴം ചേർക്കാതെയും ഫ്രൂട്ട്സ് കുക്കിംഗ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് ഈന്തപ്പഴത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഡേറ്റ്സും ഞാനിവിടെ 100 ഗ്രാം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഡേറ്റ്സിൻ്റെ അളവ് മറ്റു ഡ്രൈ ഫ്രൂട്ട്സിനേക്കാളും കുറച്ച് കുറച്ചാലും സാരമില്ല. ആദ്യമായിട്ട് ഞാൻ പ്ലം കേക്ക് തയ്യാറാക്കിയത് ഓറഞ്ച് സോക്ക് ചെയ്തിട്ടായിരുന്നേ. അത് ഒരു ദിവസം മുമ്പേ സോക്ക് ചെയ്ത്, അതായത് തലേദിവസം രാത്രി സോക്ക് ചെയ്ത് പിറ്റേ ദിവസം തയ്യാറാക്കുമായിരുന്നേ പ്ലം കേക്ക്. അതിന് ശേഷമുള്ള വർഷങ്ങളിലാണ് ഇങ്ങനെ റമ്മിൽ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം സോക്ക് ചെയ്തിട്ട് പ്ലം കേക്ക് തയ്യാറാക്കാറുള്ളത്. രണ്ടിൻ്റെയും ടേസ്റ്റ് ഏകദേശം ഒരേപോലെയാണെങ്കിലും ടെക്സ്ചറിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കുമേ. അപ്പം ഞാനിവിടെ ഡേറ്റ്സ് എല്ലാം ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം ചേർത്ത് കൊടുക്കുന്നത്, പ്രൂൺസ്, ഡ്രൈഡ് പിറ്റഡ് പ്രൂൺസ്. അപ്പം അതെന്താണെന്നല്ലേ, നമ്മുടെ കേക്കിൻ്റെ പേരെന്താ? പ്ലം കേക്ക് അല്ലേ. അപ്പോൾ ഈ പ്ലം എന്ന് പറഞ്ഞാൽ പ്രൂൺസ് തന്നെയാണ്. ഡ്രൈഡ് പ്ലമ്മിനെയാണ് പ്രൂൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 175 ഗ്രാമാണേ ഉള്ളത്. ഞാനിതിന്ന് ഫുൾ എടുക്കുന്നില്ല, 100 ഗ്രാം അളവിലാണ് എടുത്തേക്കുന്നത്. ക്രാൻബെറീസും പ്രൂൺസും ഒക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നെ പ്ലം കേക്ക് ആയതുകൊണ്ടാണ് ഞാനിവിടെ ഡ്രൈഡ് പ്ലം അഥവാ പ്രൂൺസ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കൈ പിടിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് തെന്നിപ്പോവേ. അപ്പോൾ സൂക്ഷിച്ച് വേണം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഒരു ഗ്ലോസി ടൈപ്പാണ്. അപ്പോൾ ഞാനിവിടെ പ്രൂൺസും ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതും മറ്റു ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ കട്ട് ചെയ്തില്ലേ, ഏകദേശം അതേ അളവിൽ തന്നെ അതിൻ്റെ വലുപ്പം വരുന്ന രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ നല്ലതായിരിക്കും. ഇനി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ച പ്രൂൺസും നമ്മുടെ ഫ്രൂട്ടിൻ്റെ ട്രേയിലേക്ക് മാറ്റി വെക്കുവാണ്. ഇനി നമുക്ക് ചോപ്പ് ചെയ്യാനായിട്ട് ആക്കിയുള്ളത് ചെറി മാത്രമാണ്. ബാക്കിയെല്ലാം ഏകദേശം ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചെറിയില്ലേ, ഷുഗറിനകത്ത് സോക്ക് ചെയ്ത് വെച്ച ചെറി, അത് ഞാൻ ഇവിടെ കുറേ തപ്പി നടന്നേ, അത് കിട്ടിയേ ഇല്ല. പിന്നെ കിട്ടിയ ചെറി വാങ്ങിയ റെഡ് ഗ്ലേസ് ചെറിയാണ് ഞാനിവിടെ വാങ്ങിച്ചേക്കുന്നത്. ഇത് കുറച്ച് സോഫ്റ്റ് ആണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചെറി ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്, അത് കുറച്ചും കൂടെ ഹാർഡാണല്ലോ. നല്ല സോഫ്റ്റ് ആയിരുന്നേ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഇത് ഒരു 100 ഗ്രാം മതിയാവും, ഒരുപാടൊന്നും വേണ്ട. ഇത് കുറച്ച് സോഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ കുറച്ചേ ഇത് ചേർക്കുന്നുള്ളൂ. ചെറി കുറച്ചും കൂടെയൊക്കെ ചേർത്താൽ നല്ലതായിരിക്കും. പക്ഷെ ഞാൻ ഡേറ്റ്സ് മുറിച്ചപ്പോൾ പറഞ്ഞല്ലോ, അത് സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് സോക്ക് ചെയ്ത് വരുമ്പോൾ കുറച്ചിങ്ങനെ കുഴഞ്ഞിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതും കുറച്ച് ചേർക്കുന്നത്. പേരിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഇതിപ്പോൾ ചേർക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇത് ഞാൻ മുറിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രമാത്രം ഇത് സോഫ്റ്റ് ആണെന്ന്. ഭയങ്കര സോഫ്റ്റ് ആയിരുന്നേ. ടേസ്റ്റും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് അല്ല. നാട്ടിൽ കിട്ടുന്നത് കുറച്ചും കൂടെ അത് ഫ്രഷ് ആയതുകൊണ്ടായിരിക്കും കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഏകദേശം 100 ഗ്രാം അളവിൽ വരുന്ന ചെറിയാണ് ഞാനിവിടെ ചോപ്പ് ചെയ്ത് മാറ്റി വെക്കുന്നത്. അപ്പോൾ ചെറിയായിരുന്നു നമുക്ക് ചോപ്പ് ചെയ്യേണ്ട ഏറ്റവും ലാസ്റ്റത്തെ ഡ്രൈ ഫ്രൂട്ട്. ഇനി നമുക്ക് ചോപ്പ് ചെയ്യേണ്ട ഡ്രൈ ഫ്രൂട്ട് ഒന്നുമില്ല. ഇനി നമുക്ക് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാകും. ബാക്കി എല്ലാ ഫ്രൂട്ട്സും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതും ഒരു ഫ്രൂട്ട് ട്രേയിലേക്ക് മാറ്റുവാണേ. ഇപ്പോൾ ഈ ഫ്രൂട്ട് ട്രേ ഒന്ന് നോക്കിയേക്ക്, എന്ത് രസമാണല്ലേ, കാണാൻ തന്നെ നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലേ. ഇപ്പം തന്നെ ഒരു ക്രിസ്മസിൻ്റെ വൈബൊക്കെ വന്നല്ലേ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ടൂട്ടി ഫ്രൂട്ടിയാണ്. ടൂട്ടി ഫ്രൂട്ടി കുറച്ചധികമായാലും കുഴപ്പമില്ല. ടൂട്ടി ഫ്രൂട്ടിക്ക് ഞാൻ 100 ഗ്രാം എന്നൊന്നും പറയില്ല, നമ്മുടെ ഇഷ്ടത്തിന് എത്ര വേണോ അത്രയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എല്ലാ കളറും കൂടെ മിക്സ് ആയിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടിയാണ് വാങ്ങിച്ചത്. വെവ്വേറെ ആയിട്ടും വേണമെങ്കിൽ വാങ്ങിച്ച് മിക്സ് ചെയ്തിങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഫ്രൂട്ട്സ് എല്ലാം കണ്ടിട്ട് എനിക്കിത് നിങ്ങൾ മിക്സ് ചെയ്യാനേ തോന്നില്ല, അത്ര കളർഫുൾ ആയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ വെക്കാനായിട്ടാണ് കേട്ടോ തോന്നുന്നത്. അടിപൊളിയായിട്ടില്ലേ, ഒന്ന് നോക്കിക്കേ. ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം അല്ലേ. അപ്പോൾ ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇനി നമുക്ക് ഈ ഓരോ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാവേ. ഇനിയും നമുക്ക് കുറച്ച് ഐറ്റംസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഓറഞ്ച് ക്യാൻഡി നമ്മൾ ചേർത്തില്ലല്ലോ, അപ്പോൾ അതിന് പകരമായിട്ട് നമ്മളിവിടെ ഓറഞ്ച് മെർമലേഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഓറഞ്ച് ജാമും ചേർത്ത് കൊടുത്താൽ മതിയാകും. പക്ഷെ ഓറഞ്ച് മെർമലേഡായിരിക്കും കുറച്ചും കൂടെ നല്ലത്.
അപ്പം ഞാനിവിടെ ഏകദേശം 4 വലിയ സ്പൂൺ അളവിൽ ഓറഞ്ച് മർമലേഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് അതിൻ്റെ ഓറഞ്ചിൻ്റെ തൊലിയുടെ ടേസ്റ്റും വരുന്നുണ്ട്, ഒരു കയ്പ്പ് രസമൊക്കെ ഉണ്ട്. ഇതിന് പകരമായിട്ട് ഓറഞ്ച് ജാം ചേർത്ത് കൊടുത്താൽ കുഴപ്പമില്ല, പക്ഷേ ഓറഞ്ച് ജാമിനൊരു മധുരമല്ലേ, അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇതൊരു ബിറ്റർ ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെയും ടേസ്റ്റ് വ്യത്യാസമുണ്ട്. പക്ഷേ ഇല്ലയെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഓറഞ്ചിൻ്റെ ഒരു ഫ്ലേവർ ഇതിലേക്ക് വളരെയധികം നല്ല ടേസ്റ്റ് തരും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏതെങ്കിലും ഒരു ജാമാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മിക്സ്ഡ് ഫ്രൂട്ട് ജാമാണ് വാങ്ങിച്ചത്, അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം ബ്ലൂബെറി ജാമാണ് ചേർത്തത്. അപ്പോൾ ഇത്തവണ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് ഓർത്ത് പൈനാപ്പിൾ ജാമാണ് വാങ്ങിച്ചത്. ഇത് ഒരുപാടൊന്നും ചേർക്കണ്ട. ഓറഞ്ച് മർമലേഡ് എടുത്ത അതേ സ്പൂണിൽ തന്നെ 1 സ്പൂൺ അളവിലാണ് ഞാനിവിടെ ജാം ചേർത്ത് കൊടുക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് തേൻ കൂടെ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂണാണ് ഞാനിവിടെ തേൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് മിക്സിംഗ് പ്രോസസ്സ് ഇവിടെ മുക്കാലും കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗം കൂടെ ബാക്കിയുണ്ട്. എന്താണെന്നല്ലേ, ഇനി ഇതിലേക്ക് വേണ്ടിയ സ്പൈസസും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണ്ടേ. അപ്പോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫ്രൂട്ട്സിലേക്ക് നമ്മുടെ സ്പൈസസിൻ്റെയൊക്കെ ടേസ്റ്റ് ഇറങ്ങുമ്പോഴാണ് ആ പ്ലം കേക്കിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോസസ്സാണ് ഈ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ഏലക്കയും ചുക്കും കൂടെ പഞ്ചസാരയോടൊപ്പം ചേർത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം ഞാനിവിടെ 1 സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനിവിടെ ഏലക്കാപ്പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനകത്ത് കുറച്ച് ചുക്കുമുണ്ട്. അപ്പോൾ 1 സ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാനെല്ലാം വാങ്ങിച്ച പൗഡറാണ് കേട്ടോ. അപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ക്ലോവ് പൗഡറാണ്. ക്ലോവ് എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാമ്പു പൊടിച്ചതാണ്, അതും 1 സ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി സിനമൺ പൗഡർ, പട്ട പൊടിച്ചത്, അതും 1 സ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്പൈസാണ് നമ്മുടെ ജാതിക്ക പൊടിച്ചത്. ഇനി ഇതെല്ലാം അങ്ങോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഈ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് അളവ് കൂടി പോകാതിരിക്കാനും ശ്രദ്ധിക്കണേ. അങ്ങനെ കൂടിപ്പോയാൽ ഒരുമാതിരി ഒരു കുത്തലായിരിക്കുമേ. അപ്പം എല്ലാം കുറച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. 1 സ്പൂൺ അളവ് ചേർത്ത് കൊടുത്താൽ മതിയാവും, ഇങ്ങനെ 100 ഗ്രാം വെച്ചാണ് എടുക്കുന്നതെങ്കിൽ. ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് ഒരല്പം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ കേക്ക് മിക്സിങ് ചെയ്യുമ്പോൾ തടിത്തവി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ തടിത്തവി ഉപയോഗിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഏത് തവി ഉപയോഗിച്ചാലും നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ലാത്ത തവി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഞാനിവിടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം ഒരു ക്ലീൻ ആയിട്ടുള്ള ഉണക്കിയെടുത്ത ഗ്ലാസ് ജാറിനകത്തേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഭരണികൾക്കകത്തും ഇട്ട് വെക്കാം. ഞാനിവിടെ ഗ്ലാസ് ജാറാണ് എടുത്തേക്കുന്നത്. ഇനി ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം സോക്ക് ആവാൻ ആവശ്യത്തിനുള്ള റമ്മാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. റമ്മിൻ്റെ എക്സാക്റ്റ് അളവ് പറയാൻ പറ്റത്തില്ല. നമ്മൾ എത്ര ഡ്രൈ ഫ്രൂട്ട്സ് ആണോ എടുക്കുന്നത് അതനുസരിച്ച് സോക്കാൻ ആവശ്യത്തിനുള്ള റമ്മാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ഇത് ഒന്നും കൂടെ ഒന്ന് തടിത്തവി ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസിനുള്ള പ്ലം കേക്കിന് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും മിക്സിങ്ങും സോക്കിങ്ങും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം.